മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് UDF ഭരണം തിരിച്ചുപിടിച്ചു. വത്സമ സെബാസ്റ്റ്യൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടര വർഷം മുമ്പ് കുതിരക്കച്ചവടത്തിലൂടെ CPM ചുങ്കത്തറയിൽ കുഴിച്ചുമൂടിയ ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കാൻ സാധിച്ചുവെന്ന് DCC പ്രസിഡന്റ് BS ജോയ്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 2994 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത 44 വയസ്സുകാരനായ പ്രതിയെ ട്രിപ്പിൾ ജീവപര്യന്തം കഠിന തടവിനും 90,000 രൂപ പിഴയടക്കുന്നതിനും ശിക്ഷിച്ചു. ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹരിതകർമ്മസേനയ്ക്ക് ഇലക്ട്രിക് വാഹനം നൽകി. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാഹനങ്ങൾ നൽകിയത്. വാർത്തകൾ വിശദമായി. ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ UDF ഭരണം തിരിച്ചുപിടിച്ചു. വത്സമ സെബാസ്റ്റ്യൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. നിയമാനുസൃതം നടപ്പാക്കിയ ഭരണഘടനയോടെ യഥാർത്ഥ വിശ്വാസവും ബോധവും പുലർത്തുമെന്നും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വത്സമ സെബാസ്റ്റ്യന് 10 വോട്ടും ബിന്ദു കുരിക്കാശ്ശേരിക്ക് 9 വോട്ടും ലഭിച്ചു. നുസൈബ സുധീർ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഇനി വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് വളരെ നെറികെട്ട രീതിയിലാണ് LDFന്റെ മെമ്പർമാരോട് ഞങ്ങളോട് പെരുമാറിയത്. കാരണം ചാണകവും മൂത്രവും എല്ലാം കെട്ടുകണക്കിന് കൊണ്ടുവന്ന് ഞങ്ങളുടെ എല്ലാ ശരീരത്തൊഴിച്ച് അതിൽ എന്തോ പൊടി ഞങ്ങൾക്ക് മയങ്ങാനുള്ള ഒരു പൊടിയും കൂടെ കലർത്തിയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കൂടെയുള്ള 2-3 മെമ്പർമാരെ കുപ്പി കൊണ്ട് എറിഞ്ഞ് അതുപോലെ തലയ്ക്ക് പരിക്കേറ്റു. ഒരാൾ ബോധം കെട്ടത് കഴിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നു. അതുകൊണ്ട് ജീവനെ പേടിച്ചിട്ടാണ് മുൻ വൈസ് പ്രസിഡന്റ് ഇതിൽ പങ്കെടുക്കാതിരുന്നത്. അവിശ്വാസ പ്രമേയം സംഘർഷത്തിനിടയാക്കിയതിനാൽ വൻ പോലീസ് സംരക്ഷണത്തിലാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും മാത്രമാണ് പഞ്ചായത്ത് കോമ്പൗണ്ടിലേക്ക് കടത്തിവിട്ടത്. LDF പ്രവർത്തകർ സ്ഥലത്തെത്തിയിരുന്നില്ല. കഴിഞ്ഞ 4.5 വർഷത്തിനിടയിൽ 4ാമത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണ് ചുങ്കത്തറയിൽ നടന്നത്. 2020 തിരഞ്ഞെടുപ്പിൽ 20 അംഗ ഭരണസമിതിയിൽ UDFും LDFും 10 വീതം അംഗങ്ങളുമായി ബലാബലത്തിൽ നിന്നപ്പോഴാണ് നറുക്കെടുപ്പിലൂടെ UDFന് ഭരണം ലഭിച്ചത്. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ UDFന് ലഭിച്ചു. പിന്നീട് PV അൻവർ ഇടപെട്ട് UDF സ്വതന്ത്ര നജ്മുന്നീസയെ LDF പക്ഷത്ത് എത്തിച്ച് ഭരണം നേടി. എന്നാൽ പിന്നീട് കൂറുമാറ്റത്തിനെതിരെ UDF നൽകിയ കേസിൽ നജ്മുന്നീസയ്ക്ക് സ്ഥാനം നഷ്ടമായി. തുടർന്ന് നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 10 വോട്ടുകൾ നേടി CPMലെ TP റീന പ്രസിഡന്റായി. PV അൻവർ LDF വിട്ടതോടെയാണ് വീണ്ടും ഭരണമാറ്റത്തിന് കളമൊരുങ്ങിയത്. തൃണമൂൽ കോൺഗ്രസ് മണ്ഡലം കൺവീനർ സുധീർ പുന്നപ്പാലയുടെ ഭാര്യ കൂടിയായ നുസൈബ സുധീറിന്റെ പിന്തുണ ഉറപ്പാക്കിയാണ് UDF അവിശ്വാസം കൊണ്ടുവന്നത്. തുടർന്ന് നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും നുസൈബയുടെ പിന്തുണയോടെ UDF ഭരണം പിടിച്ചു. 2.5 വർഷം മുമ്പ് കുതിരക്കച്ചവടത്തിലൂടെ CPM ചുങ്കത്തറയിൽ കുഴിച്ചുമൂടിയ ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കാൻ സാധിച്ചുവെന്ന് DCC പ്രസിഡന്റ് BS ജോയ്. UDFനെ സംബന്ധിച്ച് അഭിമാനകരമായ വിജയമാണിതെന്നും നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ മത്സരമായിട്ടാണ് ഇതിനെ കാണുന്നതെന്നും ജോയ് പറഞ്ഞു. 2.5 വർഷം മുമ്പ്
കുതിരക്കച്ചവടത്തിലൂടെ CPM ചുങ്കത്തറയിൽ കുഴിച്ചുമൂടിയ ജനാധിപത്യത്തെ, ആ ജനാധിപത്യത്തെ ഇന്ന് ചുങ്കത്തറയിൽ തിരിച്ചുപിടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് അഭിമാനകരമായ വിജയമാണ്. പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. നിലമ്പൂരിൽ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ആ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനൽ മത്സരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായ മുഖ്യമന്ത്രിയുടെ ധിക്കാരത്തിനെതിരായിക്കൊണ്ട് ആ മുന്നണിയിൽ തന്നെ പാളയത്തിൽ പടയുണ്ടാക്കി പിണറായിസത്തിനെതിരായി പ്രതികരിച്ചുകൊണ്ട് ആ മുന്നണിയിൽ നിന്ന് പുറത്തു വന്ന ശ്രീ PV അൻവർ അദ്ദേഹം സ്വീകരിച്ച ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി പല മെമ്പർമാരും ഈ നിലമ്പൂരിൽ ആ പാർട്ടി വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വാഭാവികമായ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഭരണമാറ്റമാണ് നിലമ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ അസഹിഷ്ണുത പൂണ്ട് PV അൻവർ XMLA ആക്രമിക്കാൻ, അതോടൊപ്പം തന്നെ മാറി ജനാധിപത്യ ചേരിയിലേക്ക് വന്ന മെമ്പറെ ആക്രമിക്കാൻ, ഗുണ്ടായിസത്തിലൂടെയൊക്കെ അതിനെ പരാജയപ്പെടുത്താൻ, അക്രമം അഴിച്ചുവിട്ട് കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കി ജനാധിപത്യത്തെ പരാജയപ്പെടുത്താൻ 18 അടവും പയറ്റി ഇന്ന് CPM പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിന്റെ മൊത്തം റിസൾട്ട്. കേരളം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായ പിണറായി വിജയന്റെ ധിക്കാരത്തിനെതിരായി മുന്നണിയിൽ തന്നെ പാളയത്തിൽ പടയൊരുക്കി പിണറായിസത്തിനായി പ്രതികരിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്നും പുറത്തുവന്ന PV അൻവർ അദ്ദേഹം സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി പല മെമ്പർമാരും പാർട്ടി വിട്ട് ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് വരുന്ന സാഹചര്യമുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയുടെ ഭരണമാറ്റമാണ് നിലമ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അക്രമം അഴിച്ചുവിട്ട് കലാപകലുഷിതമായ അന്തരീക്ഷമുണ്ടാക്കി ജനാധിപത്യത്തെ പരാജയപ്പെടുത്തുവാൻ 18 അടവും പയറ്റി ഇന്ന് CPM പരാജയപ്പെട്ടിരിക്കുകയാണെന്നും VS ജോയ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി 10,000-കണക്കിന് വോട്ടിന് വിജയിക്കും. CPMന്റെ പച്ചനോട്ട് കണ്ടു കഴിഞ്ഞാൽ മഞ്ഞളിച്ച കണ്ണുമായി മയങ്ങി വീഴുന്ന പിണറായി വിജയന്മാരല്ല ഞങ്ങളുടെ മെമ്പർമാർ. ആത്മാഭിമാനമുള്ള ആളുകളാണെന്ന് CPMനെ ബോധ്യപ്പെടുത്തിയ ഒരു ദിവസമാണ് ഈ ദിവസമെന്നും ജോയ് പറഞ്ഞു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 2,994 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 203 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 212 പേരാണ് അറസ്റ്റിലായത്. ഈ കേസുകളിലെല്ലാം കൂടി മാരക മയക്കുമരുന്നുകളായ MDMA, കഞ്ചാവ് BD എന്നിവ പോലീസ് ഇവരിൽ നിന്നും പിടിച്ചെടുക്കുകയുണ്ടായി. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടുപിടിച്ച് കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ ഡി ഹണ്ട് നടത്തിയത്. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നിർദ്ദേശാനുസരണം സംസ്ഥാന ആന്റി നാർക്കോട്ടിക്സ് ടാസ്ക് ഫോഴ്സ് തലവനും ക്രമസമാധാന വിഭാഗം ADGPയുമായ മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ റേഞ്ച് അടിസ്ഥാനത്തിലുള്ള NDPS കോർഡിനേഷൻ സെല്ലും ജില്ലാ പോലീസ് മേധാവിമാരും ചേർന്നാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് നടപ്പാക്കുന്നത്. പൊതുജനങ്ങളിൽ നിന്നും മയക്കുമരുന്ന് സംബന്ധിച്ച വിവരങ്ങൾ സ്വീകരിച്ച് നടപടികൾ കൈക്കൊള്ളുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആന്റി നാർക്കോട്ടിക് കൺട്രോൾ റൂം നിലവിലുണ്ട്. 9497927797 എന്ന ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായാണ് സൂക്ഷിക്കുന്നത്. 12 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത 44 വയസ്സുകാരനായ പ്രതിയെ ട്രിപ്പിൾ ജീവപര്യന്തം കഠിന തടവിനും 90,000 രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചു. നിലമ്പൂർ കാരച്ചാൽ പുള്ളിപ്പാടം സ്വദേശി ശരത്ചന്ദ്രനാണ്. നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി KP ജോയിയാണ് ശിക്ഷ വിധിച്ചത്. 12 വയസ്സ് പ്രായമുള്ള അതിജീവിതയെ പ്രതി 2015 വർഷം ഓണാവധിക്ക് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് ബൈക്കിൽ കൂട്ടിക്കൊണ്ടുപോകവെ LP സ്കൂളിന് സമീപത്തുള്ള റബ്ബർ തോട്ടത്തിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തുകയും തുടർന്ന് 2018 ക്രിസ്മസ് അവധി വരെയുള്ള കാലങ്ങളിൽ കുട്ടി അവധിക്ക് വരുന്ന സമയം പ്രതിയും കുടുംബവും താമസിക്കുന്ന വീടിനടുത്തുള്ള ഒറ്റമുറി വീടിനുള്ളിൽ വെച്ച് മൊബൈൽ ഫോണിൽ അശ്ലീല വീഡിയോ കാണിച്ചു കൊടുത്ത് പലതവണ ലൈംഗികാതിക്രമം നടത്തുകയും ചെയ്ത കാര്യത്തിന് നിലമ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിനാണ് പ്രതിക്ക് ട്രിപ്പിൾ ജീവപര്യന്തം തടവിനും 90,000 രൂപ പിഴയടയ്ക്കുന്നതിനും പിഴ അടച്ചിട്ടില്ലെങ്കിൽ 1.5 വർഷം അധിക തടവ് അനുഭവിക്കുന്നതിനും ശിക്ഷ വിധിച്ചത്. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന റസിയ ബംഗാളത്ത് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി. പ്രോസിക്യൂഷന് വേണ്ടി 17 സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളതും 20 രേഖകൾ ഹാജരാക്കിയിട്ടുള്ളതുമാണ്. പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷീബ PC പ്രോസിക്യൂഷനെ സഹായിച്ചു.
പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ ജയിലിലേക്ക് അയച്ചു. ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഹരിതകർമ്മസേനയ്ക്ക് ഇലക്ട്രിക് വാഹനം നൽകി. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാഹനങ്ങൾ നൽകിയത്. അജൈവ മാലിന്യം ശേഖരിച്ച് MCF-ലേക്ക് എത്തിക്കുവാനാണ് വാഹനം അനുവദിച്ചിട്ടുള്ളത്. വാഹനങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ കൈമാറി. AR നഗർ, പറപ്പൂർ, കുട്ടലങ്ങാടി, കാലടി, താനാളൂർ, കോഡൂർ, തെന്നല, തൃപ്പങ്കോട്, ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തുകൾക്കും വളാഞ്ചേരി, തിരൂർ നഗരസഭകൾക്കുമാണ് വാഹനം നൽകിയത്. വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, സ്ഥിരം സമിതി അധ്യക്ഷരായ NA കരീം, സരീന ഹസീബ്, സെക്രട്ടറി S ബിജു എന്നിവർ സംസാരിച്ചു. മാർച്ച് 19 EMS ദിനാചരണത്തിന്റെ ഭാഗമായി CPIM ഏരിയ കമ്മിറ്റി ഓഫീസായ കുഞ്ഞാലി മന്ദിരത്തിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം E പത്മാഷൻ പതാക ഉയർത്തി. ഏരിയ സെക്രട്ടറി K മോഹനൻ EMS അനുസ്മരണ പ്രഭാഷണം നടത്തി. ലോക്കൽ സെക്രട്ടറി VC ശ്രീധരൻ, ഏരിയ കമ്മിറ്റി അംഗം T ഹരിദാസൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. അരീക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കിണറടുപ്പിൽ മയക്കുമരുന്ന് ലഹരിയിൽ യുവാവ് പോലീസ് ജീപ്പിന്റെ ചില്ല് ചവിട്ടി തകർത്തു. കിണറടുപ്പ് സ്വദേശി നിയാസിനെയാണ് അരീക്കോട് SI V സിജിത്ത് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച രാത്രി 9:30 സംഭവം. യുവാവ് പ്രദേശത്ത് മയക്കുമരുന്ന് ലഹരിയിൽ കത്തി ഉപയോഗിച്ച് നാട്ടുകാർക്ക് മേൽ തട്ടിക്കയറി പ്രശ്നമുണ്ടാക്കുകയായിരുന്നു. ഇത് തടയുവാൻ ശ്രമിച്ച പലരെയും യുവാവ് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി. തുടർന്ന് ഇയാളെ ഒരു നിലയിലും തടയുവാൻ കഴിയാതെ വന്നതോടെയാണ് പ്രദേശവാസികൾ അരീക്കോട് പോലീസിനെ വിവരം അറിയിച്ചത്. ഈ വ്യക്തി അങ്ങാടിക്ക് പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷം മെമ്പറെ വീട്ടിൽ പോയി അവിടെ കൂടിയ ആളുകളായിട്ട് കയ്യേറ്റം ഉണ്ടാവുകയും പോലീസ് സ്റ്റേഷനിൽ വന്ന പോലീസുകാരനെയും പോലീസ് ജീപ്പ് ആക്രമിക്കുകയും ചെയ്തു. അതിനുശേഷം CI തന്നെ നേരിട്ടെത്തി അയാളെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കേസ് ചാർജ് ചെയ്ത് തുടർ നടപടി ഉണ്ടാവുമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വിവരമറിഞ്ഞ പോലീസ് എത്തിയ ജീപ്പിന് മുകളിൽ ഇയാൾ കയറി ജീപ്പിന്റെ മുൻവശത്തെ ചില്ല് ചവിട്ടി തകർക്കുകയായിരുന്നു. നിലമ്പൂരിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ ശോഭിക വെഡിങ്സ് ഗ്രാൻഡ് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക മേഖലയിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് ശോഭിക വെഡിങ്സ് 1-ാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷം എന്ന ലോഗോ പ്രകാശന ചടങ്ങ് സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖരുടെ നേതൃത്വത്തിൽ ചെയർമാൻ കല്ലിൽ ഇംബിച്ചി അഹമ്മദ്, ഫൗണ്ടേഴ്സായ ഉസ്മാൻ ഫജർ, മുഹമ്മദ് അലി KP, PN അബ്ദുൽ ഖാദർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ശോഭിക മാനേജിംഗ് ഡയറക്ടേഴ്സായ ഇർഷാദ് ഫജർ, ഷിഹാബ് കല്ലിൽ, ഷംസുദ്ദീൻ കല്ലിൽ എന്നിവർ പങ്കെടുത്തു. ഷോറൂം മാനേജർ ഷാക്കിർ ആശംസകൾ അറിയിക്കുകയും HR എക്സിക്യൂട്ടീവുമാരായ ആര്യ KV, രഞ്ജിഷ V എന്നിവർ 50 ദിവസം നിലനിൽക്കുന്ന ഗോൾഡ് കോയിൻ പദ്ധതിയെക്കുറിച്ച് പ്രസ്താവിക്കുകയും ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.